ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ KPCCയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ MP, UDFന്റെ കൺവീനർ ശ്രീ MM ഹസൻ ഉൾപ്പെടെ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഉജ്ജ്വലമായ ഒരു തുടക്കം ഈ മലയോര സമരയാത്രയ്ക്ക് നൽകിയത് നിങ്ങളാണ്. ഇവിടെ ശ്രീ കൺവീനർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരുപാട് രാഷ്ട്രീയ ജാഥകൾ കണ്ടിട്ടുള്ള നാടാണ് കേരളം. ഇതൊരു രാഷ്ട്രീയ ജാഥയല്ല. ഈ മലയോരത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ സങ്കടങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ, അവരുടെ പ്രയാസങ്ങൾ നെഞ്ചിലേറ്റാൻ, അത് പരിഹരിക്കാൻ ചടുലമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പുകൊടുത്തുകൊണ്ട് അവരെ ഹൃദയത്തിലേറ്റിയുള്ള ജാഥയാണ് ഇതെന്ന് പറയാൻ ഞാൻ പ്രത്യേകമായി ആഗ്രഹിക്കുന്നു. ഞാൻ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വയനാട് മാനന്തവാടി അജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊന്നു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന മകൾ എന്നോട് ചോദിച്ചു, സാർ, ഞാൻ അനാഥയായി, എന്നെപ്പോലെ ഇനി ഒരു അനാഥ ഉണ്ടാകാതിരിക്കാൻ സാർ എന്തു ചെയ്യും എന്നാണ് എന്നോട് ചോദിച്ചത്. നമ്മുടെ ചങ്കു പറഞ്ഞു പോകുന്ന ചോദ്യമാണ്. ഓമനയായ മകളെ അനാഥയാക്കി യാത്രയായ അജീഷിന്റെ മകൾ നമ്മളോട് ചോദിച്ച ചോദ്യമാണ്. ഇനി ഒരു സ്ഥലത്തും അതുപോലെ അനാഥരുണ്ടാകരുത്. അനാഥരുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ വച്ചിരിക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ പേരുടെ ചിത്രങ്ങളില്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത്. 1000-ത്തിലധികം പേർ കൊല ചെയ്യപ്പെട്ടു. 8,000-ത്തിലധികം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. 5,000-ത്തിലധികം കന്നുകാലികളെ കൊന്നു. 10,000-കണക്കിന് ഹെക്ടർ സ്ഥലം, കൃഷിസ്ഥലം തകർത്തു, നശിപ്പിച്ചു. നമുക്കറിയാം, കിഴങ്ങ് കൃഷി ഒന്നുമില്ല, ചേമ്പില്ല, ചേനയില്ല, കപ്പയില്ല, എല്ലാം പന്നി മറിച്ചിടും. മച്ചിങ്ങ പരുവത്തിലായാൽ തെങ്ങിക്കേറി കുരങ്ങന്മാര് നാളികേരട്ടുകൊണ്ട് പോവും. വാഴ ആന നശിപ്പിക്കും, എല്ലാ കൃഷിയും നശിപ്പിക്കും. ജീവന് ഭയമായി കടുവകൾ ഇറങ്ങിയാൽ, ഒരിക്കൽ ബത്തേരിയിൽ ചെന്നപ്പോൾ 5 കടുവകളാണ്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവും? കൃഷി കംപ്ലീറ്റ് തകർന്ന് ഉപജീവന മാർഗം എന്ന് പറയുന്നത് പശുവിനെ കറന്നാണ് ജീവിക്കുന്നത് 70% പേർ. പശുവിന് പുല്ല് പറിക്കാൻ പോകാൻ പറ്റുമോ? ഈ പാലൊന്ന് കൊണ്ടുപോയി വിൽക്കാൻ പറ്റുമോ? ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? എന്തൊരു ഭീതിയാണ്! അതാണ് KC വേണുഗോപാൽ പറഞ്ഞത്, മരണത്തിനേക്കാൾ വലുതാണ് മരണഭീതി. ഒരു കുഞ്ഞ് പുറത്തു പോയാൽ തിരിച്ചു വരുന്നത് വരെ ഭീതിയാണ്, പേടിയാണ്. ഈ പേടിയിലാണ് ഈ മലയോര ജനത മുഴുവൻ ജീവിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ? പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യമുണ്ട്. ശ്രീ സണ്ണി ജോസഫ് പോയി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആറളത്ത് വൻ മതിലുണ്ടാക്കി, പൂർത്തിയാക്കിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ കിടങ്ങൾ ഉണ്ടാക്കും, മതിലുണ്ടാക്കും, സൗരോർജ വേലിയുണ്ടാക്കും, റെയിൽ ഗാർഡ് ഉണ്ടാക്കും, നിരവധി പരമ്പരാഗതമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ 4 വർഷമായി 1 രൂപ ഈ സർക്കാർ അതിനുവേണ്ടി ചെലവാക്കിയിട്ടില്ല. 1 രൂപ. അപ്പൊ മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വിധി സംഭവിച്ച പോട്ടെ. ഒരു ദിവസം മന്ത്രി ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്നാണ് ചോദിച്ചത്. അത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഈ ഗവൺമെന്റ് ഇത് കൈകാര്യം ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം. വൈൽഡ് ലൈഫ് ആക്ട്, വന്യജീവി നിയമം,
ഭേദഗതി വരുത്തണം. ഒരു സംശയമില്ല. ഞാൻ നിങ്ങളോട് വാക്കു പറയുന്നു, കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള മുഴുവൻ UDF MPമാരും ഇന്ത്യൻ പാർലമെന്റിൽ വൈൽഡ് ലൈഫ് ആക്ട് ഭേദഗതി വരുത്താനുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അത് ആക്ടിന് ഭേദഗതി വരുത്തുന്നത് വരെ. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ആധുനികമായ സങ്കേതങ്ങളുണ്ട്, അക്വാസം ഡിറ്ററൻസ് സംവിധാനമുണ്ട്, നിരവധി പരിപാടികൾ. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഈ കാട്ടിൽ നിന്നിറങ്ങുന്ന മൃഗങ്ങളെ തിരിച്ചോടിക്കാൻ ഉള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതൊന്നും അന്വേഷിച്ചിട്ട് പോലുമില്ല കേരളത്തിലെ ഈ വന്യജീവി വകുപ്പ് അന്വേഷിച്ചിട്ട് പോലുമില്ല. പിന്നെ വേറൊരു കാര്യം, കേരളത്തിൽ 29% വനമാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ. ആ വനം സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉറച്ച നിലപാടാണ്. പക്ഷെ അത് മതി. അത് ദേശീയ ആവറേജിനേക്കാൾ കൂടുതലാണ്. കേരളമാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഒന്നാമത്തെ സംസ്ഥാനം. അതേ അവസരത്തിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം. ഇത്രയും ഫോറസ്റ്റ് ഉള്ളപ്പോൾ മനുഷ്യൻ ജീവിക്കുന്ന ജനവാസമുള്ള സ്ഥലം എന്തിനാണ് റിസർവ് ഫോറസ്റ്റായി നോട്ടിഫൈ ചെയ്യുന്നത്? ആരോടുള്ള വിരോധം തീർക്കാന്? ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം നോട്ടിഫൈ ചെയ്യാണ് റിസർവ് ഫോറസ്റ്റായി. പിന്നെ കാട ജീവിക്കാൻ പറ്റില്ല, പുറത്താവും അവിടെ നിന്ന്. പിന്നെ ബഫർ സോൺ, കട്ടപ്പന ടൗൺ വരെ ബഫർ സോണാണ്. ടൗണേ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ടൗൺ വരെ ബഫർ സോൺ ആക്കണം. ഈ കേരള ഗവൺമെന്റ് ആ വിഷയത്തിൽ എന്ത് ചെയ്തു? എന്ത് നടപടി സ്വീകരിച്ചു? അത് കൃത്യമായൊരു പദ്ധതി തയ്യാറാക്കി, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടാക്കിയതുപോലുള്ളൊരു പദ്ധതി തയ്യാറാക്കി കൃത്യമായി കൊടുത്തോ? സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിച്ചോ? കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായ എത്ര നാളായി ഇതെല്ലാം വലിച്ചു നീട്ടുന്നു? എന്തു ഭരണമാണിത്? എന്തു ഭരണം? സാധാരണക്കാരന്റെ സങ്കടങ്ങൾ മാറ്റാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ഭരിക്കുന്നത്? ആർക്കു വേണ്ടിയാ ഭരിക്കുന്നത്? നിങ്ങൾ ഇടുക്കിയിൽ ചെല്ലുമ്പോൾ CHR കാടമം ഹിൽ റിസർവ്, ഏലത്തോട്ടം ഇപ്പോൾ റിസർവ് ഫോറസ്റ്റ് ആയെന്ന് പറയും. ഗവൺമെന്റ് എടുത്ത നിലപാടാണ് കോടതി. ഏലത്തോട്ടത്തിൽ ആളുകൾ എത്രമാത്രം ജീവിക്കുന്നു? പണ്ട് നമ്മൾ പറയും ഏലത്തോട്ടം റവന്യൂ ഭൂമിയാണ്, അവിടെയുള്ള മരങ്ങൾ വനം വകുപ്പിന്റെയാണ്. ഇതായിരുന്നു നമ്മുടെ നിലപാട്. മരങ്ങൾ വനം വകുപ്പിന്റെ, ഭൂമി റവന്യൂ വകുപ്പിന്റെ. ഇപ്പൊ മനുഷ്യന് ജീവിക്കാം. ഇപ്പൊ അത് മാറി. ആയിരക്കണക്കിന് ഹെക്ടർ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലം റിസർവ് വനമായി പ്രഖ്യാപിക്കുകയാണ്. അവരെങ്ങോട്ട് പോവും? എവിടേക്ക് പോവും? ഈ ഗവൺമെന്റ് ആലോചിച്ചിട്ടുണ്ടോ? പട്ടയ പ്രശ്നത്തിന്റെ പേരിൽ പട്ടയം കൊടുക്കാത്ത വിഷയങ്ങൾ, ബഫർ സോണിന്റെ വിഷയങ്ങൾ, നിരവധിയായ ഭൂമി പ്രശ്നങ്ങൾ. ഞാൻ ഒരു കാര്യം അഭിമാനത്തോടെ പറയുന്നു, കൺവീനറോടെ പറഞ്ഞു, ഞങ്ങൾ ഈ സമരം UDF തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ് നിർദ്ദിഷ്ട വന നിയമം പിൻവലിക്കണമെന്നാണ്. ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ച് 10 ദിവസത്തിനുള്ളിൽ ഈ സർക്കാർ ആ നിർദ്ദിഷ്ട വന നിയമം പിൻവലിക്കാൻ തീരുമാനമെടുത്തു. ഈ സമരത്തിന്റെ, ഈ യാത്രയുടെ ഒന്നാമത്തെ വിജയമായി ഞങ്ങൾ അതിനെ കണക്കാക്കുന്നു. അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളാണ് ഉറച്ച നിലപാടെടുത്തത്. പിൻവലിച്ചേ മതിയാവൂ. നിയമസഭയിൽ ഈ നിയമം അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നിട്ടും കഴിഞ്ഞ ദിവസം പിൻവലിച്ച ഈ വനനിയമത്തിന്റെ വ്യവസ്ഥകളെ വനം വകുപ്പ് മന്ത്രി ന്യായീകരിച്ചു. വനം വകുപ്പ് ജീവനക്കാർക്ക് അമിതമായ അധികാരങ്ങൾ നൽകിയത്. ഞങ്ങൾ നിയമസഭയിൽ വനം വകുപ്പ് നടത്തിയ ക്രൂരമായ ആക്രമണങ്ങൾ, പാവപ്പെട്ട കർഷകർക്ക് നേരെ, ആദിവാസികൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ വിശദീകരിച്ചു. ഇനി ഞങ്ങളോടൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഉറച്ച നിലപാട് പറയുന്നു. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉറച്ച നിലപാടുണ്ട്. ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, ഞങ്ങൾക്ക് പരിഹാരങ്ങളുണ്ട്. അത് ചെയ്യാൻ, ഈ സമരം അവസാനിപ്പിച്ചാൽ ഇവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ കൂടി സമാഹരിച്ചുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റിന് ഒരു കോൺക്രീറ്റ് പ്രപ്പോസൽ, വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഞങ്ങൾ സമർപ്പിക്കും.
അതിനുവേണ്ടി ഗവൺമെന്റിന്റെ മീതെ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും. അത് നിങ്ങൾ നടപ്പാക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ മലയോരത്തെ ജനതയോട് ഉറപ്പു പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി അത് നടപ്പാക്കും. ഒരു സംശയവും വേണ്ട, ഞങ്ങളത് നടപ്പാക്കും. നടപ്പാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറയൂ, ഞങ്ങളത് നടപ്പാക്കും. ഈ മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ മാറ്റാൻ കാർഷിക മേഖല തകർന്നു, വിലയിടിവാണ്, കീടനാശിനിക്ക് വില കൂടി, വളത്തിന് വില കൂടി, കൂലി കൂടി, കൃഷിയിൽ നിന്ന് ആളുകൾ പിന്മാറുന്ന അവസ്ഥ. ഒരു കാലഘട്ടത്തിൽ കഷ്ടപ്പാടുകളും ദുരിതവുമായി ഈ മലയോരങ്ങളിലേക്ക് കുടിയേറ്റം നടത്തിയ പാവപ്പെട്ട മനുഷ്യരുടെ, കഠിനാധ്വാനികളായ മനുഷ്യരുടെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയാണ് ഈ മലയോരങ്ങളിൽ ജീവിക്കുന്നത്. അവരുടെ പൂർവികർ ചെയ്ത കഠിനാധ്വാനത്തിന്റെ, ജീവൻ പണയപ്പെടുത്തി അവർ നടത്തിയ, മണ്ണിൽ നടത്തിയ അവരുടെ കഠിനാധ്വാനത്തിന്റെ ബലമാണ് ഈ മലയോരത്തെ ജനങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ അവരെ പൂർണ്ണമായി ഹൃദയത്തിലേറ്റി അവരുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരമുണ്ടാക്കുക തന്നെ ചെയ്യും. ഇതൊരു റിസൾട്ട് ഓറിയന്റഡ് യാത്രയാണ്. വിജയം നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മുഴുവൻ നേടിയെടുക്കുന്നതുവരെ ഈ പോരാട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിലും ചെയ്യാവുന്ന മുഴുവൻ സമ്മർദ്ദങ്ങളും ചെലുത്തി ഈ യാത്ര യഥാർത്ഥത്തിൽ നടക്കുന്നത് ഞങ്ങൾ കരുതുന്നു ഇത് കേരളത്തിന്റെ ഒന്നാമത്തെ മുൻഗണന കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കേരളത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റിയിലേക്കാണ് ഈ UDFന്റെ മലയോര ഈ സമരയാത്രയിലൂടെ മലയോരത്തെ ജനങ്ങളുടെ വിഷയം മാറ്റുന്നത്. അതിനുവേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത് എന്ന് പറയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയമേറെ വൈകി. ഈ മലയോര സമരയാത്രയുടെ തുടക്കം ഉജ്ജ്വലമാക്കി തന്നതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയും. അതിന് നേതൃത്വം കൊടുത്ത പ്രിയങ്കരനായ എൻ്റെ അനുജൻ ശ്രീ സജീവ് ജോസഫ് MLA-യോടും UDF ജില്ലാ നേതൃത്വത്തോടും പ്രത്യേകമായി അഭിനന്ദനവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ജാഥയുടെ സമാപനം വരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും സ്നേഹവും ഈ ജാഥയോടൊപ്പം ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.